അതെ പ്രാർത്ഥനയുടെ സമയമാണ്. വാസോവസാനം അരുണോത്പലരത്നഹസ്തം ഉത്തുംഗരത്നമകുടം കുടിലാഗ്രകേശം ശാസ്താരം ഇഷ്ടവരദം ശരണം പ്രപദ്യേ. ധർമ്മശാസ്താരം ഇഷ്ടവരദം ശരണം പ്രപദ്യേ. ഈ ധന്യമായ ചടങ്ങിൻ്റെ അധ്യക്ഷനായി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ അവരുകളെ ക്ഷണിക്കുന്നു. സ്വാഗത പ്രസംഗത്തിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കർമ്മനിരതനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി.എസ്. പ്രശാന്തിനെ ക്ഷണിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ തുറമുഖ ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ അവர்கள், കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்கள், നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന തമിഴ്നാട് ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ ശേഖർ ബാബു അവர்கள், ശ്രീ IT മിനിസ്റ്റർ ശ്രീ പളനിവേൽ അവர்கள், മറ്റ് വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, സാമൂഹിക സാമുദായിക നേതാക്കൾ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ. തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് മാനവ സൗഹൃദത്തിൻ്റെയും മതമൈത്രിയുടെയും പ്രതീകമായി നിലകൊള്ളുന്ന മഹാക്ഷേത്രമാണ് ശബരിമല എന്നെല്ലാവർക്കും അറിയാം. ആ ശബരിമലയുടെ ഖ്യാതി ലോകമെമ്പാടും എത്തിക്കുവാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിരിക്കുന്ന പ്രതിനിധികളെ നേരിട്ട് കേൾക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ഈ ആഗോള അയ്യപ്പ സംഗമം പമ്പാ നദിയുടെ തീരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഭിവന്ദനായ മന്നത്ത് പത്മനാഭനാണ്. മഹാന്മാരായ ആർ ശങ്കരനാരായണൻ എന്നിവരായിരുന്നു അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ. അതിനുശേഷം ഒട്ടേറെ മഹാരഥന്മാർ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ തലകുനിക്കുവാൻ, ശിരസ് നമിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം, ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ അയ്യപ്പ ഭക്തർ ഞങ്ങളിവിടെ എത്തുമ്പോൾ ഞങ്ങളെ നിങ്ങൾ കേൾക്കണം, ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടെ നയപരമായ ചില പ്രശ്നങ്ങളുണ്ട്, അതറിയണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത്.